രണ്ടാമത് നിങ്ങൾക്കറിയാം നമ്മുടെ ആശുപത്രി, ജില്ലാ ആശുപത്രിയുടെ പ്രശ്നം എന്താണ്? ജില്ലാ ആശുപത്രിക്ക് വികസനത്തിന് വേണ്ടി അനുവദിച്ച 25 കോടി രൂപ ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ 15.5 കോടി കിട്ടാൻ നമുക്ക് ഓർഡറായി കിടക്കുന്നത് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. എന്താ കാരണം? ഭൂമിയില്ല. അപ്പോൾ ഈ ഭൂമിയുടെ നിങ്ങൾക്കറിയാം അതിൻ്റെ 3 ഭാഗവും റോഡാണ്, ഒരു ഭാഗം സ്കൂളാണ്. അപ്പോൾ സ്വാഭാവികമായും വികസനത്തിന് സ്ഥലം കിട്ടാനുള്ള പരിമിതി ഉണ്ടായപ്പോൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുമായി സംസാരിച്ച് നിലമ്പൂർ തൊട്ട് കിടക്കുന്ന ആശുപത്രിയോട് തൊട്ട് കിടക്കുന്ന സ്കൂളിൽ നിന്ന് 2 ഏക്കർ സ്ഥലമുണ്ട്. 1 ഏക്കർ സ്ഥലം ആശുപത്രിയിലേക്ക് നൽകാൻ വേണ്ടി മുനിസിപ്പാലിറ്റി കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയും സർക്കാരിലേക്ക് അത് റെപ്രസെൻ്റ് ചെയ്തിട്ട് ഏകദേശം 4 വർഷം കഴിയണം. അതിന് നിലവിലുള്ള സ്കൂളിൽ നിന്ന് അവിടുത്തെ LP വിഭാഗം വീട്ടിക്കുത്ത് റോഡിലേക്ക് മാറ്റാൻ വേണ്ടി, വീട്ടിക്കുത്ത് റോഡിലെ സ്കൂളിലെ വരാൻ ഇത് മാറുകയാണെങ്കിൽ അതിനുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടിടം അവിടെ പുതിയ ഫണ്ട് കണ്ടെത്തി കെട്ടിട പണി നടന്നതാണ്. പക്ഷേ ഒരു നിലക്കും ആ സ്ഥലം വിട്ടു തരാനുള്ള ഒരു നിലപാട് എന്തുകൊണ്ടോ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ അവർ പറയും നിങ്ങൾ അവിടെ സംസാരിക്കൂ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ പറയും നിങ്ങൾക്ക് അവിടെ DC നിന്ന് ക്ലിയറൻസ് അവർ നിങ്ങളിതിൽ ഇടപെടുത്തു. ഇന്ന് വരെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ പ്രദേശം മാത്രമല്ല, ഈ പറയുന്ന നാടുകാണി തൊട്ടുള്ള ജനങ്ങൾ അഭയം പ്രാപിക്കുന്ന ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഈ പ്രദേശത്തെ ആശുപത്രിയാണ്. എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലെ എന്താ പറയുക തടസ്സം എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ 2 കാര്യങ്ങൾ എടുത്തു പറയാനുള്ള കാരണം, മൂന്നാമത്തെ കാര്യം, 3 കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ ഇപ്പോൾ പെൻഡിങ്ങായി നിൽക്കുന്നത്. ഒന്ന് നിലമ്പൂർ ബൈപ്പാസാണ്. രണ്ടാമത്തേത് ഞാൻ ഈ പറയുന്ന ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ സ്ഥലം വാങ്ങാനുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ UDF ലീഡർഷിപ്പ്, DCC പ്രസിഡന്റ് ജോയിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മൂത്തേടം ഇസ്മായിലും, പഞ്ചായത്ത് മെമ്പർ ഇസ്മായിലുമായി സംസാരിച്ച് ഒരു ജനകീയ പിരിവ് നടത്താനുള്ള ആലോചനകൾ ഞങ്ങൾ നടത്തിയതിൻ്റെ എന്താ പറയുക അനൗദ്യോഗികമായ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അതാണ് നിലപാടെങ്കിൽ ഈ ആളുകളെ കൂട്ടി 1 ഏക്കർ സ്ഥലം, ഏറ്റവും ചുരുങ്ങിയ 50 സെൻറ്റ് സ്ഥലമെങ്കിലും ആശുപത്രിയോട് തൊട്ടുള്ളത് വാങ്ങാൻ ഉള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. ഞാൻ അഡ്വാൻസായിട്ട് ഈ ജനങ്ങളോട് അത് പറയുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അതെത്തും. എല്ലാവരും ആ വിഷയത്തിൽ സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ആശുപത്രി, നിലമ്പൂർ ബൈപ്പാസ്. മൂന്നാമത് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് നിങ്ങൾക്കറിയാം, മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് മുണ്ടേരി മേപ്പാടി റോഡാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കണ്ടിരുന്ന റോഡാണത്. വയനാട്ടിൽ നിന്നും ഇപ്പോൾ 10-70 കിലോമീറ്റർ കറങ്ങി നിലമ്പൂരിൽ എത്തുന്നതിന് പകരം മുണ്ടേരിയിൽ നിന്ന് വെറും 11 കിലോമീറ്ററിനുള്ളിൽ മേപ്പാടിയിലെത്താവുന്ന ഏറ്റവും ഷോർട്ടായിട്ടുള്ള റോഡാണ്. അവിടെ നമുക്ക് തടസ്സമുണ്ടായിരുന്ന എന്താണ്? ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ 17 ഹെക്ടർ ഭൂമിയാണ് ഇതിന് വേണ്ടിയിട്ട്, റോഡിന് വേണ്ടിയിട്ട് അവർ നൽകേണ്ടത്. ഈ വിഷയം ഗവൺമെൻറ്റുമായി സംസാരിച്ച്, അന്നത്തെ ഫോറസ്റ്റ് മന്ത്രി രാജുവുമായി സംസാരിച്ച് ഈ വിഷയം പരിഹരിക്കാൻ, നിലമ്പൂരിലെ ജനങ്ങൾ അറിയേണ്ട വിഷയമാണ്, നിങ്ങൾക്ക് പലർക്കും ഓർമ്മ ഉണ്ടാവും. 17 ഹെക്ടർ ഭൂമി ഫോറസ്റ്റിനോടനുബന്ധിച്ചിട്ട് ഫ്രീ ആയി വ്യക്തിപരമായി ഞാൻ ഇടപെട്ട് വാങ്ങി നൽകാം കോമ്പൻസേഷൻ എന്ന നിലക്ക് ഫോറസ്റ്റിന് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ഫോറസ്റ്റ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ ആ കത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ ഫോറസ്റ്റ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റിൽ നിന്ന് അതിന് പെർമിഷൻ കിട്ടാതെ ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുന്ന ഈ 3 കാര്യമല്ലാതെ നിലമ്പൂരിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഈ നിലമ്പൂർ ബൈപ്പാസ് തന്നെയാണ്. രണ്ടാമത്തത് ആശുപത്രിയാണ്. എടക്കര നമ്മളൊരു ബൈപ്പാസ് നിർമ്മിച്ചു, പണി നടന്ന് അവസാനിക്കുകയാണ്. അത് 1-2 മാസം കണ്ടത് എന്താ പറയുക ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. ഒരു പൈസ ഭൂമിക്ക് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ജനങ്ങൾ സ്വയം വിട്ടു തന്ന ഏകദേശം ഒരു 19 കോടി രൂപ വില മതിക്കുന്ന ഭൂമിയാണ് ജനങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് വിട്ടു തന്നത്. ആ റോഡിൻ്റെ ബൈപ്പാസ് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോഴും 18-20 കൊല്ലം മുമ്പ് അക്വയർ ചെയ്ത നിലമ്പൂർ ബൈപ്പാസ് ഇങ്ങനെ നിലനിൽക്കുകയാണ്.
ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ എനിക്കത് പൂർത്തീകരിച്ച് തരാൻ നിലമ്പൂരിലെ ജനതയ്ക്ക് സാധിച്ചിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നിലമ്പൂരിലെ എല്ലാ പത്രപ്രവർത്തകർക്കും അറിയാം 2021 തെരഞ്ഞെടുപ്പ് CPMൻ്റെ ലീഡർഷിപ്പ് എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ വന്ന് നിലമ്പൂരിൽ പ്രവർത്തിച്ചിട്ടില്ല, എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടില്ല. പിണറായി വിജയൻ ഇവിടെ വന്നിട്ടില്ല, പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് കോടിയേരി വന്നിട്ടില്ല, LDFൻ്റെ ലീഡർഷിപ്പ് ആരും വന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സകലമാന നേതാക്കന്മാരും UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരും നിലമ്പൂരിൽ വന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ DCC പ്രസിഡന്റും എന്നെ എതിർ സ്ഥാനാർത്ഥിയായ VV പ്രകാശിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് പ്രവർത്തിച്ച് യോഗങ്ങൾ നടത്തിയപ്പോൾ ഒരാൾ പോലും തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ അന്വേഷിക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവിടുത്തെ ജില്ലാ കമ്മിറ്റിയാണ് ആ ജില്ലയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ വരേണ്ട ആളുകളുടെ ലിസ്റ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ലിസ്റ്റ് ജില്ലയിൽ നിന്ന് പോയിട്ടില്ല. മാത്രമല്ല അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഞാൻ ജയിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം വിളിച്ചത് പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെയാണ്. അപ്പം ഞാൻ ആ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം സർപ്രൈസ്ഡായി ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളും വിചാരിച്ചാൽ ഞാൻ തോൽക്കും എന്നാണോ? അപ്പം ഇവിടുന്ന് കൊടുത്ത റിപ്പോർട്ടുകളും ഇവിടുന്ന് പോയ സംവിധാനങ്ങളും മുഴുവൻ ആ രീതിയിലായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ 3 വിഷയങ്ങളും, പ്രത്യേകിച്ച് മറ്റത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം സെൻട്രലിൻ്റെ പെർമിഷൻ കിട്ടണമെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ ആശുപത്രിയും ബൈപ്പാസും പരിപൂർണമായിട്ടും ഇവിടുത്തെ ജില്ലാ CPM നേതൃത്വത്തിൻ്റെ എന്തിനാണ് അങ്ങനെ ഒരു വാശി പിടിച്ചതെന്ന് എനിക്കറിയില്ല. അത് ഇവിടുത്തെ സഖാക്കളാണ് അന്വേഷിക്കേണ്ടത്. ഇവിടുത്തെ പാർട്ടിയുടെ അന്നത്തെ ഏരിയ സെക്രട്ടറി പത്മാക്ഷനും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നിരവധി തവണ ഞങ്ങൾ എന്താ പറയുക, ഈ റവന്യൂ മന്ത്രിയെയും ഈ പറയുന്ന ഫൈനാൻസ് മന്ത്രിയെയും ഈ PWD മന്ത്രിയെയും ഒക്കെ നിരന്തരം കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആ കാര്യം വിശദമായി അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ വോട്ടർമാരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്.